Hi all. So, നമ്മുടെ UK based professional course-ന്റെ ഒരു webinar നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. So, before that, കുറച്ച് participants join ആയിക്കൊണ്ടിരിക്കുകയാണ്. So, let's wait for them. Okay, in between, good morning all. So, it's very pleasure to having you guys here. Okay. So, this session would be like more interactive. If you have any queries or questions, you just ask through the chat box. Okay. So, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വെബിനാറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ലൈക്ക് നമ്മൾ ഈ ഒരു സെഷന്റെ അവസാനം നമ്മൾ discuss ചെയ്യുന്നതായിരിക്കും. Okay. The main purpose of the session would be like giving more insights and knowledge for your future and the course which is related to commerce. നമ്മൾ മെയിൻലി ഈ ഒരു വെബിനാറിൽ സംസാരിക്കാൻ പോകുന്നത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വെബിനാറിൽ കൂടുതലും വരുന്നത് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളായിരിക്കും. ഓക്കെ, അപ്പം അവരുടെ മൈൻഡിലുള്ള കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ വാട്ട് ഷുഡ് വി ഡു എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു ആൻസർ ആയിരിക്കും ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, so from this webinar, you will get a lot of ideas about the courses that you need and want to take after 12. Okay. So, first of all, okay, ഇതിൽ കുറെ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ ലൈക്ക് +2 കഴിഞ്ഞിട്ടുള്ള എല്ലാ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്സിനും എൻ്റെ വകയും ഞങ്ങളുടെ കോളേജ് ISDCയുടെ വകയും ഒരു കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ അറിയിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബിനാർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് വി വിൽ ടോക്ക് അബൌട്ട് കൊമേഴ്സ് ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതിന്റെ സ്കോപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ പാനൽ മെമ്പേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തിന് കൊമേഴ്സ് കരിയർ എടുക്കണം എന്നുള്ള ഒരു ക്വസ്റ്റിന്റെ ഒരു ഉത്തരം അല്ലെങ്കിൽ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഡിമാൻഡ് കുറയുന്നതായിരിക്കും. സോ എക്സെപ്റ്റ് കൊമേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എന്തിനും അല്ലെങ്കിൽ ഏത് ഫീൽഡും അല്ലെങ്കിൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും അതിന്റെ ഒരു ഡിമാൻഡ് പലപ്പോഴായിട്ട് കുറയുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കൊമേഴ്സിന്റെ ആ ഒരു ഇത് മാത്രം കുറയുന്നില്ല. വേണമെങ്കിൽ നമുക്കൊരു ഫ്രേസ് ആയിട്ട് പറയാം, ലൈക്ക് wherever you go there is commerce എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, then first of all we are having the discussion, then we will have the Q&A session. Okay, സോ ആദ്യം നിങ്ങൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് കോഴ്സിനെ പറ്റി മനസ്സിലാക്കുക. എന്താണ് ഈ ACC അല്ലെങ്കിൽ എന്താണ് ഈ ബിബോക്ക് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്ന ഐഡിയാസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇതൊരു 1 hour സെഷൻ ആയിരിക്കും. അപ്പം നമ്മുടെ ഈ പാർട്ടിസിപ്പൻസ് +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികളായത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1 hour തന്നെയായിരിക്കും ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ലൈക്ക് ഇതിൽ മെയിൻലി നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. മാക്സിമം പറ്റുവാണെന്നുണ്ടെങ്കിൽ you just take out the pen and paper and write down the things that we are going to discuss. Okay, so apart from that, let me introduce myself. My name is Nabil and I am the academic advisor at ISDB, International Skill Development Corporation ആണ് ഞങ്ങളുടെ കോളേജിന്റെ പേര്. സോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ചാക്കിയിലാണ്. സോ നമ്മൾ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ബിവോക്ക് ആണ്. ബിവോക്ക് വിത്ത് ACCA. ലൈക്ക് ബിവോക്ക് എന്താണ്, ACC എന്താണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഈ പ്രൊഫഷണൽ കോഴ്സ് എന്താണ്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വെബിനാറിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഐ നോ യു ഓൾ ആർ എക്സൈറ്റഡ് ഫോർ ദിസ് വെബിനാർ. Okay, let me start this webinar or let me start this session by saying commerce. Commerce is everything. Okay, or commerce is the best thing in the world എന്ന് നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് ലെറ്റ് മീ ടെൽ യു ദ ഡെഫിനിഷൻ ഓഫ് എ കൊമേഴ്സ്. ഇപ്പൊ നമ്മൾ സാധാരണ ഈ ഡിഗ്രിയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഈ +2 +1 പഠിക്കുന്ന ഒരു യൂഷ്വൽ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ടാവും എന്താണ് കൊമേഴ്സ് എന്ന് പറ്റി. ലൈക്ക് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ബിറ്റ്വീൻ ദ ബിസിനസ് ഈസ് കോൾഡ് കൊമേഴ്സ് എന്ന് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു +1 പഠിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷൻ തന്നെയായിരിക്കും. അപ്പൊ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതല്ലാതെ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കൊമേഴ്സ് ഇസ് ലൈക്ക് എനിത്തിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു മണി ഈസ് കോൾഡ് കൊമേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ മണിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിലും നമുക്ക് കൊമേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതിലല്ലെങ്കിൽ അതിൽ മണിയോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കൊമേഴ്സും ഉണ്ടാവും. ഓക്കെ, സോ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി എടുത്താൽ അതിന്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ലൈക്ക് ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനി എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കീ ഫാക്ടർ എന്ന് പറയുന്നത് മണി ആയിരിക്കും. കുറെ ഫാക്ടേഴ്സ് ഉണ്ടാവും, അതിൽ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് മണി തന്നെയാണ്. ഈ മണി എന്ന് പറയുന്നത് ഈ കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ദ സ്കോപ്പ് ഫോർ ദ കൊമേഴ്സ് ഈസ് ഓൾവേസ് ഹൈ ആയിരിക്കും. ആൻഡ് ഓൾസോ ദ ജോബ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ജോബ്സ് ആയിരുന്നാലും അറ്റ് പീക്കിൽ തന്നെ ആയിരിക്കും ഇതിന്റെ ഡിമാൻഡ് കാര്യങ്ങൾ വരും. നോട്ട് ഓൺലി ജോബ്സ് മാത്രമായിരിക്കത്തില്ല, ദ ലേണിംഗ്സ്, പിന്നെ നമ്മളുടെ ആ ഒരു ലേണിംഗ്സ് ആയിരുന്നാലും നമ്മുടെ കോഴ്സ് ആയിരുന്നാലും ഈ കൊമേഴ്സുമായിട്ട് സംബന്ധിച്ചുള്ള എന്ത് കാര്യമായിരുന്നാലും അതിന്റെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത് ടോപ്പ് പൊസിഷനിൽ തന്നെ ആയിരിക്കും. അതിന്റെയൊക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത്, അതിന്റെയൊക്കെ സ്കോപ്പ് എന്ന് പറയുന്നത് ടോപ്പ് അറ്റ് പീക്കിൽ തന്നെ ആയിരിക്കും. ഓക്കെ,
അപ്പൊ ഈ കൊമേഴ്സിൽ തന്നെ അത്യാവശ്യം ഒരു ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ള, കുട്ടികൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ACC ആണ്. ACC എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്നാണ് പറയുന്നത്. ബിഫോർ ഐ മൂവ് ഇൻ ടു ദ റിയൽ ടോപ്പിക് ഓഫ് ACCA, ഈ കൊമേഴ്സിൽ തന്നെ പ്രൊഫഷണൽ കോഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് മൂന്ന് പാർട്ടായിട്ടാണ്. ലൈക്ക് ഫസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, രണ്ടാമത്തേത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ദെൻ CS, കമ്പനി സെക്രട്ടറി എന്ന് പറയും. അപ്പം നമ്മൾ ഈ ഒരു വെബിനാർ സെഷനിൽ മെയിൻലി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ താഴത്ത് വരുന്ന കുറെ കാര്യങ്ങളായിരിക്കും. അതിൽ മെയിൻലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നതാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയും. അപ്പം ഈ ആരാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ ആരാണ് CA എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈക്ക് CA എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കമ്പനിയിൽ ഇപ്പം ടാക്സേഷനുമായിട്ടോ അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഓഡിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ CA എന്ന് പറയുന്നത്, ഓർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ആൻ എക്സാമ്പിൾ. നമുക്കൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിലെ നമ്മുടെ ഈ ചെലവ്, നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ആരാണോ എഴുതി വെച്ചിട്ട് മാസാവസാനം അത് ചെക്ക് ചെയ്യുമല്ലോ, അത് ആരാണോ അവരെയാണ് നമ്മൾ CA എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ വീട്ടിലെ CA എന്ന് പറയുന്നത്. ഈ സെയിം പെർസ്പെക്റ്റീവ് ആണ് നമ്മുടെ കമ്പനിയിലോട്ട് വരുമ്പോഴും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ CA തന്നെ രണ്ട് പോർഷൻസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇന്ത്യൻ CA, രണ്ട് പോർഷൻസ് അല്ല, രണ്ട് ഇതായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ CA ആൻഡ് ACCA. അപ്പം ACCA ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്നതും പഠിക്കാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു കോഴ്സ് ACCA ആണ്. അപ്പൊ നമുക്ക് ഇന്ത്യൻ CA എന്താണ്, അതിനെപ്പറ്റി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ലൈക്ക് ഇന്ത്യൻ CAയിൽ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ത്യൻ CA എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ACCA ഇല്ല. പിന്നെ വരുന്നത് അതിന്റെ ഒരു 3 ലെവൽസ് ആണ്. ലൈക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവും, പിന്നെ ഇന്റർമീഡിയറ്റ്, പിന്നെ CA ഫൈനൽസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പിംഗ് സിസ്റ്റം ഓഫ് എക്സാം ആണ് CAയിൽ കൊടുക്കുന്നത്. അത് ഗ്രൂപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് എക്സാം ഉണ്ടാവും, അത് നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഫുൾ പാസ്സായാൽ മാത്രമേ നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകാൻ പറ്റൂ. ഇപ്പോൾ വൺസ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു സബ്ജക്ട് നമ്മൾ ഒരു ബാക്ക് പേപ്പറോ അല്ലെങ്കിൽ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ ആ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പം ഈ ഒരു കാര്യം ACCയിലോട്ട് വരുമ്പോൾ. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോൾ CA പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കൊമേഴ്സ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ CA പഠിക്കാൻ പറ്റുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ACC ആണെങ്കിൽ ഏത് സ്ട്രീമിലുള്ള ഒരു കുട്ടികൾക്ക് വേണമെങ്കിലും ഈ ACCA കോഴ്സ് പഠിക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പോൾ നമ്മൾ ACC പഠിക്കാനായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു ACCA വിത്ത് ബിവോക്കാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരു ഏത് സ്ട്രീമിലുള്ള കുട്ടികൾ വന്ന് പഠിച്ചാലും അത്യാവശ്യം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. ലൈക്ക് അവർക്കൊരു ഫിനാൻസിൽ ഒരു പ്രയർ നോളജോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണമെന്നില്ല. ഓക്കെ, ദെൻ വി വിൽ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വിവോക് എന്താണ്, വിവോക് ഡിഗ്രി എന്താണ്. ഇത് ലൈക്ക് ഒരു നമ്മുടെ ട്രഡീഷണൽ ഡിഗ്രീസ് ആയിട്ടുള്ള BCom, BBA, BCA പോലെയുള്ള ഒരു ഡിഗ്രി തന്നെയാണ് വിവോക് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു ACCയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ, ഈ ഒരു പ്രൊഫഷണൽ കോഴ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ എന്തൊക്കെ എക്സംഷൻസും കാര്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇന്റേൺഷിപ്പ് കാര്യങ്ങളും അതിന്റെ പ്രാക്ടിക്കൽ സൈഡും അതിന്റെ ഈ തിയറി സൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ പാനൽ മെമ്പേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലൈക്ക് മാക്സിമം നിങ്ങൾ നന്നായിട്ട് ഇത് കേട്ടിരുന്നിട്ട് ആവശ്യമുള്ള പോയിന്റ്സും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ഈ ഒരു കാര്യം മതിയാവും നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെറ്റിൽ ചെയ്യാനും ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമ്മുടെ പാനൽ മെമ്പേഴ്സിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഹു കെയിം ഫോർ ദിസ് സെഷൻ എന്നൊക്കെ പറയാൻ പറ്റും. ലൈക്ക് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല ക്വാളിറ്റി ടീച്ചിങ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, അത്യാവശ്യം ഈ നമ്മളുടെ ഈ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ടീച്ചിങ് പ്രൊഫഷനിൽ തന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള രണ്ട് ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത്. ലൈക്ക് ഒന്ന് പറയുമ്പോൾ ACCA ഫാക്കൽറ്റി കൂടിയാണ്. ലൈക്ക് ഇപ്പം ACCAമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അത് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ACCA ഫാക്കൽറ്റി സംസാരിക്കാൻ പോകുന്നത്. ദെൻ വരുന്നത് വിവോക് ആണ്, വിവോക് ഫാക്കൽറ്റിയാണ്. ലൈക്ക് വിവോക് എന്താണ്, വിവോക്കിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ACCയുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അതിന്റെ കുറച്ച് കാര്യങ്ങളും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും ACCA വിവോക് ഫാക്കൽറ്റി പറയും. ഓക്കെ, സോ first of all, I would like to invite Shahana sir for this webinar, and he will going to discuss about വിവോക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. So Shahana sir, welcome to the webinar. Thank you, Nabil. Okay, next one is like Rishi sir ആണ്. Rishi sir നേരത്തെ പറഞ്ഞ ACC affiliate ആണ്. ലൈക്ക് പുള്ളിയായിരിക്കും, അതായത് അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി കൂടിയാണ്. ഇപ്പൊ നമ്മുടെ ISBCയിൽ തന്നെ അത്യാവശ്യം കുട്ടികൾക്ക് ഒരു ഫാൻ ബേസ് ഉള്ള ഒരു ഫാക്കൽറ്റി കൂടിയാണ് നമ്മുടെ ഋഷി സാർ എന്ന് പറയുന്നത്. സോ ഋഷി സാർ, വെൽക്കം സർ. Thank you, Nabil. Thank you.
ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഇത് രണ്ടുമാണ് നമ്മുടെ പാനൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങൾ നമ്മുടെ പാർട്ടിസിപ്പൻസ് മാക്സിമം നിങ്ങൾ ഇത് അറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുക, കാര്യങ്ങളൊക്കെ നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക, ആവശ്യമുള്ളതൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം ഞാൻ നമ്മുടെ വെബിനാറിലേക്ക് ഋഷി സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഋഷി സാർ, ഓവർ ടു യു സാർ. ഓക്കെ നബീൽ, കാണാമല്ലോ അല്ലെ? കാണാം സാർ. ആ ഓക്കെ. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. Let me know when I'm out. ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഹലോ, സ്ക്രീൻ കാണുന്നില്ലേ നബീൽ? കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് ടു എവരി വൺ. നമ്മൾ ഈ വെബിനാർ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ BVOC, പിന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന BVOC വിത്ത് ACC. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർക്കാനും എന്തുകൊണ്ട് ഈ കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. നബീൽ വളരെ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഐ എം ഋഷി TH. ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റിയാണ്. ACC ആണ് ഞാൻ ചെയ്തത്. ACC ആണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ACC ചെയ്തത്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാം. ഞാൻ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഞാൻ ACC എടുത്ത് തുടങ്ങിയ കാലത്ത് എൻ്റെ നാട്ടില് ഒരുവിധ ആളുകളോടൊക്കെ ACC എന്താണ്, അതിന്റെ ഫുൾ ഫോം അടക്കം എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ചോദിക്കും. ഇത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു 2-3 years ലേറ്റർ അങ്ങനെ. സോ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ കമ്പനികൾക്കും നമ്മുടെ നാട്ടിലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിനും ഒക്കെ ACCക്കാർ എന്താണെന്ന് അറിയാം, ACCയുടെ വാല്യൂ എന്താണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അത്യാവശ്യം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുവിധ ആളുകൾ ഇപ്പോൾ ഒരുപാട് പേര് ACCയെ തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്നോട് ഇവിടെ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ACCയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ഫേം ആയിട്ട് പറഞ്ഞിരുന്നു. ACC എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്റർനാഷണൽ ലെവലിലെ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കോഴ്സാണ്. നിങ്ങൾ ഇന്ത്യൻ ICA എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ CAസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ACC എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ആയിട്ടാണ് വരുന്നത്. ബേസിക്കലി ബ്രിട്ടീഷ് ആണ്, പക്ഷെ ഇന്റർനാഷണലിൽ ഒരുപാട് ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കോഴ്സ്. അതിന്റെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, കോമ്പിനേഷൻ ആണ്. അതായത് എന്താണ് ACC, എങ്ങനെയാണ് ACC? ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 3 ലെവലായിട്ടാണ് ACC എന്ന് പറയുന്ന കോഴ്സ് പരന്നു കിടക്കുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് നോളേജ് ലെവലാണ്. അപ്ലൈഡ് നോളേജ് ലെവൽ മൊത്തം ACCയിൽ 13 പേപ്പേഴ്സ് ആണ്. അത് ഒരുവിധ ആളുകൾക്ക് അറിയുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ കേട്ടോളൂ. 13 പേപ്പേഴ്സ് ആണ് മൊത്തം ACCയിൽ ഉള്ളത്. അതില് അപ്ലൈഡ് നോളേജ് ലെവല്, അപ്ലൈഡ് സ്കിൽസ് ലെവൽ, ഈ രണ്ടെണ്ണമാണ് ആദ്യത്തെ ബേസിക് ലെവൽ. ആദ്യത്തെ 9 പേപ്പേഴ്സ്, 9 പേപ്പറുകൾ ഈ ലെവലിലാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അതിനുശേഷം വരുന്ന 4 പേപ്പേഴ്സ് പ്രൊഫഷണൽ, സ്ട്രിക്ട്ലി പ്രൊഫഷണൽ പേപ്പേഴ്സ് ആണ്. അതായത് വർക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട 4 പേപ്പേഴ്സ്. സോ ആദ്യത്തെ 9 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് എന്നുള്ള ഒരു മെന്റാലിറ്റി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 9 പേപ്പർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ ആയിട്ടുണ്ട്. അതായത് ആദ്യത്തെ 9 പേപ്പർ കഴിഞ്ഞ ഒരാൾക്ക് ACCയെ പാർട്ട് ക്വാളിഫൈഡ് എന്നുള്ള രീതിയിൽ ജോലിക്ക് കയറാം. അപ്പോ ഈ നമ്മുടെ BVOC വിത്ത് ACC ആയിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് 9 പേപ്പർ ACCയുടെ എക്സംഷൻ. നിങ്ങൾ ഈ എക്സംഷൻ 9 പേപ്പേഴ്സ് എക്സംഷൻ, 6 പേപ്പേഴ്സ് എക്സംഷൻ അങ്ങനെയുള്ള വാക്കുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ചില ഇൻസ്റ്റിറ്റ്യൂട്ട്, എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ എക്സംഷൻ കൊടുക്കും, എക്സംഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, യു വിൽ ഗെറ്റ് ദി എക്സംഷൻ. പക്ഷെ ഈ 9 പേപ്പറിന്റെയും റെലവെന്റ് ആയിട്ടുള്ള നോളജ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അവര് ചെറിയ ഫോൾട്ട് വരുത്തും. അതായത് നിങ്ങൾക്ക് 9 പേപ്പർ എക്സംഷൻ ഉണ്ടാവും, പക്ഷെ ഈ 9 പേപ്പറിൽ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ നാളെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുക, ഇപ്പൊ നിങ്ങൾ ACC ആണോന്നേ അവർ നോക്കുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷെ നിങ്ങളൊരു എക്സംഷൻ ലെവലിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ 13 പേപ്പറിന്റെയും നോളേജ് ഉണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുമല്ലോ. ശരിയല്ല? അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണോ, ആ ഗ്രാജുവേറ്റ് ലെവൽ നോളേജ് നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോ ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവര് 9 പേപ്പർ എക്സംഷൻ കൊടുക്കും, പക്ഷെ ആ 9 പേപ്പറിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ആ 9 പേപ്പറിന്റെ നോളജ് എന്താണ്, അതിന്റെ കണ്ടന്റ്സ് എന്താണെന്ന് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നതിൽ അവർക്കൊരു വീഴ്ച വരുന്നുണ്ട്.
ഇവിടെയാണ് ഇപ്പൊ ഞാൻ ഒബ്സർവ് ചെയ്തിടത്തോളം BVOC with ACCA എന്ന് പറയുന്ന ഈ കോഴ്സ് നിലനിൽക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് 2 ലെവൽ ഉണ്ടല്ലോ, അപ്ലൈഡ് നോളജ് ലെവലും അപ്ലൈഡ് സ്കിൽസ് ലെവലിലുള്ള 9 പേപ്പേഴ്സിന്റെ കംപ്ലീറ്റ് സിലബസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് സിലബസ് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിറങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ 9 പേപ്പറിന്റെ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം വരുന്ന 4 പേപ്പേഴ്സ്, അതായത് P ലെവലിലുള്ള 4 പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ BVOC with ACCA അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ISDCയിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന BVOC with ACCA അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ ഈ 9 പേപ്പറിൽ എന്താണ് പഠിച്ചതെന്ന് വേറൊരാളോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരില്ല. കാരണം വി വുഡ് ഹാവ് കവേർഡ് ഓൾ ദ നെസസറി പേപ്പേഴ്സ്. എല്ലാ പേപ്പറും കവർ ചെയ്യുന്നുണ്ട് ഓഫ്കോഴ്സ്. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, ഇപ്പോൾ നബീൽ നേരത്തെ പറഞ്ഞു CAയും ACCAയുടെയും കാര്യം. തുടങ്ങുമ്പോൾ ഞാനും ഒരുപാട് സംശയിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ കൊമേഴ്സിലാണ് ഗ്രാജുവേറ്റ് ആയത്, അതിനുശേഷമാണ് ACCAയിലേക്ക് എത്തിയത്. അപ്പോൾ എനിക്കും സംശയം ഉണ്ടായിരുന്നു, CA എടുക്കണോ ACCA എടുക്കണോ. അത് അന്നെന്ന് പറയുമ്പോൾ ബാക്ക് ഇൻ നമ്മുടെ 2020-21 സമയത്തൊക്കെ ACCA ജസ്റ്റ് ഒന്ന് വന്ന്, അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്കായി തുടങ്ങിയ എന്നൊക്കെ പറയില്ലേ, ഒന്ന് കുറച്ചും കൂടി ഫെമിലിയറൈസ്ഡ് ആവുന്നേ ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്രയും ഒരു വർഷങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ACCA കുറെ കൂടി എന്താ പറയാ ഫ്ലെക്സിബിൾ ആണ്, കുറെ കൂടി അതിന്റെ മെമ്പേഴ്സിനോട് ഫ്രണ്ട്ലി ആണ്. ഇപ്പൊ CA നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും ഭയങ്കര ടഫാണ്. ശരിയാണ്, CA ടഫാണ്. ACCAയും നല്ല രീതിക്ക് വർക്ക് ചെയ്യേണ്ട ഒരു പേപ്പറാണ്. പക്ഷെ CAയിൽ നിന്ന് വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബീൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. CA നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫൗണ്ടേഷൻ, ഇന്റർ, പിന്നെ ഫൈനൽ എന്നുള്ള ലെവൽ 3 ലെവലായിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അതില് പേപ്പേഴ്സ് ഗ്രൂപ്പ് ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ സെമസ്റ്റർ എക്സാം ഒക്കെ എഴുതുന്ന പോലെ 5 പേപ്പേഴ്സ് അല്ലെങ്കിൽ 4 പേപ്പേഴ്സ് 6 പേപ്പേഴ്സ് ഒക്കെ ആയിട്ടാണ് എഴുതുന്നത്. അതന്നെ ഓരോ പേപ്പറിലും ഇത്ര ശതമാനം മാർക്കിന് കൂടുതൽ വേണം, മൊത്തം ഇത്ര വേണം. മൊത്തം എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് മൊത്തം ആ 6 പേപ്പറിലും ഇത്ര % മാർക്ക് വേണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 4 പേപ്പറോ 6 പേപ്പറോ വീണ്ടും എഴുതിയെടുക്കേണ്ടി വരും. അവിടെയാണ് ഇന്ത്യൻ CAയും ACCAയും തമ്മിലുള്ള വലിയ ഡിഫറൻസ്. ACCA ഗിവ്സ് യു ലോട്ട് മോർ ചോയ്സ്. ACCA നിങ്ങളുടെ ഒരു ചോയ്സിനനുസരിച്ചാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ആദ്യം 13 പേപ്പർ എഴുതുന്നത് കൺസിഡർ ചെയ്തോളൂ. അപ്പോ നിങ്ങൾക്ക് ഏത് പേപ്പറാണ് എഴുതേണ്ടത് ആ പേപ്പർ നിങ്ങൾ എഴുതിയാൽ മതി. ഒരു പേപ്പർ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എഴുതിയാൽ മതി. 2 പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുന്നവരുണ്ട്, എനിക്കറിയാം 2 പേപ്പർ അറ്റംപ്റ്റ് ചെയ്ത് പാസ് ആയവരുണ്ട്. അപ്പോൾ 2 പേപ്പർ ആണെങ്കിൽ നിങ്ങളുടെ 2 പേപ്പർ എഴുതിയാൽ മതി. ഇഫ് യു ഫെയിൽ ടു പാസ് ദ പേപ്പർ, നിങ്ങൾ ആ പേപ്പർ മാത്രം വീണ്ടും എഴുതിയാൽ മതി. നിങ്ങൾ പാസ്സായ പേപ്പേഴ്സ് എവിടെയും അത് അവിടെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു നല്ലൊരു അഡ്വാൻറ്റേജ്. ഇപ്പൊ ഞാൻ CA വേഴ്സസ് ACCA എന്ന് പറയുന്നുള്ളൂ. BVOC ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ കോഴ്സ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 9 പേപ്പർ ക്വാളിഫിക്കേഷന്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞപ്പോ CA ആവുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പായിട്ട് എഴുതിയെടുക്കുന്നുണ്ട്. സ്റ്റുഡൻസ് വിൽ ബി അണ്ടർ ഹെവി പ്രഷർ. ഒരു പേപ്പർ എഴുതിയെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ട്. അപ്പോ ഒന്നിലധികം പേപ്പേഴ്സ് ഒരേ സമയം ഒരാഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ ഒരു പ്രഷർ വരും. ഇത് കിട്ടിയില്ലെങ്കിലോ, ഇതിൽ 2 മാർക്ക് ഷോർട്ടായി. ഇപ്പോ ഒരു പേപ്പറിൽ 2 മാർക്ക് ജസ്റ്റ് എന്തോ താഴെ പോയിട്ട് മൊത്തം വീണ്ടും എഴുതിയെടുക്കാൻ വേണ്ടി വരുന്ന സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ട്. ഇൻഫാക്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ കുറച്ച് പേരുണ്ട്, അവര് ഫസ്റ്റ് ശേഷം CAക്ക് പോയിട്ട് ഇപ്പൊ ACCAക്ക് ജമ്പ് ചെയ്തവരുണ്ട്. അതായത് ഈ ഒരു പ്രശ്നമൊക്കെ കാരണം നമുക്ക് സമയത്തിന് വിലയുണ്ട്. ഇപ്പോ നമുക്കറിയാം ടെക്നോളജി ഒക്കെ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കോഴ്സ് എടുത്ത് 2-3 വർഷം തീർന്നു കഴിഞ്ഞാൽ കരിയർ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കരിയർ ഗ്യാപ്പ് അറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിട്ട് നിങ്ങൾ CA അപ്ലൈ ചെയ്താണ്, പക്ഷെ എന്താ ഇത്ര ഗ്യാപ്പ് വന്നത്, എന്താ ഇത്ര വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് വരുന്നതെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. സോ അവിടെയാണ് ACCA വ്യത്യാസമായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരു പേപ്പർ എഴുതണമെങ്കിൽ ഒരു പേപ്പർ എഴുതിയാൽ മതി. ഇപ്പൊ ACCA വർഷത്തിൽ 4 പേപ്പേഴ്സ് അല്ലെങ്കിൽ 4 അറ്റംപ്റ്റ്സ് ആണ് കൊടുക്കുന്നത്. അതായത് ക്വാർട്ടേർലി ആണ്. ഇപ്പോ ഫസ്റ്റ് മാർച്ചിലുണ്ട്, പിന്നെ ജൂൺ, പിന്നെ ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബറിൽ വരുന്നുണ്ട്, പിന്നെ ഡിസംബറിൽ വരുന്നുണ്ട്. അങ്ങനെ 4 പ്രാവശ്യം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. CA 2 പ്രാവശ്യമേ ഉള്ളൂ. 2 പ്രാവശ്യം. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പൊ നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഈ 9 പേപ്പർ കഴിഞ്ഞതിന് ശേഷം BVOC with ACCA എടുത്ത് 9 പേപ്പർ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രൊഫഷണൽ ലെവൽ എക്സാംസ് നിങ്ങൾക്ക് മാക്സിമം 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർക്കാൻ കഴിയും. അതായത് ACCA ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 1 വർഷത്തിനുള്ളിൽ. കാരണം
4 അറ്റംപ്റ്റ്സ് ഉണ്ട്. 4 പ്രാവശ്യം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അതിന് ഒരു പേപ്പർ ബാക്ക് വന്നാൽ, അതായത് ഒരു പേപ്പർ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രം വീണ്ടും എഴുതിയെടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. എന്തായാലും വളരെ ശരിയായ തീരുമാനമായിരുന്നു. പിന്നെ അടുത്ത പോയിന്റ് നോക്കി നിങ്ങൾക്ക് കാണാം, ഡിമാൻഡും ജോബ് ഓപ്പർച്യൂണിറ്റീസ്. അതെനിക്ക് ഒരുമിച്ച് പറയാനുള്ളത്. ഇപ്പോ ACCA കുറിച്ച് അന്വേഷിച്ച് പോയ ഒരുപാട് പേരുണ്ടാവും. ACCA കുറിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കുറെ കൂടി ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എവിടെയാണ് ACCAക്കാരന് ജോലി കിട്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഒരു ACCAക്ക് ജോലി കിട്ടുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇപ്പൊ ഇവിടെ നമ്മള് ബിഗ് 4 ഫേംസ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. ബിഗ് 4 ഫേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4 ഓഡിറ്റ് ഫേംസ്. പണ്ട് 5 എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ 4 എണ്ണേ ഉള്ളൂ. സോ ബിഗ് 4 ഓഡിറ്റ് ഫേംസ് ആണ്. അതിൽ ഫസ്റ്റ് EY, പിന്നെ കാണാം PwC എന്നൊരു കമ്പനി ഉണ്ട്, പിന്നെ ഡിലോയിറ്റ് എന്നൊരു കമ്പനി ഉണ്ട്, പിന്നെ KPMG എന്നൊരു കമ്പനി ഉണ്ട്. ഈ 4 കമ്പനികളിൽ തന്നെ ഇവർ 4ഉം സിംഗിൾ കമ്പനീസ് ആയിട്ടല്ല പോകുന്നത്. അവര് ഒരുപാട് കമ്പനികൾക്ക്, അതായത് ഒരുപാട് കമ്പനികൾക്ക് ഇവരുടെ ഓതറൈസേഷൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവര് EYക്ക് വേണ്ടിയിട്ടും PwCക്ക് വേണ്ടിയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓൾറെഡി ഈ 4 ഫേംസ് തന്നെ ഒരുപാട് ഫേംസിനെ ആയിട്ട് മൾട്ടിനാഷണൽ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് 4ന്റെ. അപ്പോ ഈ ബിഗ് 4ൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ, ഫോർ ഇൻസ്റ്റൻസ് ഏറ്റവും അധികം നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക ബിഗ് 4ലാണ്. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, സാർ ഇതിൽ മാത്രമേ കിട്ടും. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കരിയർ പാത്ത് സെറ്റ് ആക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കരിയർ സെറ്റ് ആക്കാൻ, നിങ്ങളുടെ ഒരു എന്താ പറയുക അക്കൗണ്ടിങ്ങിലോ ഓഡിറ്റിങ്ങിലൊക്കെ ഉള്ള ഒരു കരിയർ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കണ്ടാത്ത രീതിയിൽ അത് സെറ്റായി പോകുന്നത് ഏറ്റവും നന്നായിട്ട് എന്തായിരിക്കും, ഈ 4 ഫേംസ് കയറുമ്പോഴായിരിക്കും. വേറെയും ഫേംസ് ഉണ്ട്, ഇഷ്ടം പോലെ ഫേംസ് ഉണ്ട്. പക്ഷെ ഈ 4 ഫേംസ് ആണ് ദ ബിഗ് 4, ഏറ്റവും ബെസ്റ്റ്. അവര് തന്നെ പറയുന്ന അവർക്ക് വേണ്ട ഏറ്റവും ഹയസ്റ്റ് റിക്വയർമെന്റ്സിൽ ഒരെണ്ണമാണ് എന്ത്, ACCA. ഇപ്പൊ നിങ്ങളൊരു കോമേഴ്സ് ഗ്രാജുവേറ്റ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ ACCA എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും. +2 കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങൾ ബിഗ് 4 നോക്കിയാൽ അറിയാം, അവർക്ക് വേണ്ടത് എന്താണ്, ഒരു ഗ്രാജുവേറ്റ് എന്നുള്ളതിനേക്കാളും അവർക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത ഒരാളായിരിക്കും. അപ്പോൾ നമുക്കിപ്പോ മുന്നിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഫഷണൽ കോഴ്സ് ഏതാണ്, ACCA ആയിരിക്കാം. അതിന് ഇപ്പോൾ ഡിഗ്രി പ്രോഗ്രാം ആയിട്ടുള്ള BVOC വിത്ത് ACCA ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾ BVOC കഴിഞ്ഞ് ഇറങ്ങും, നിങ്ങൾ 9 പേപ്പർ എക്സംഷൻ ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേറ്റ്, നിങ്ങളൊരു ഡിഗ്രിയും കൂടി കയ്യിലുണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ 4 ഫേംസിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പോ അതിന് മുകളിലും താഴെയായിട്ട് ഞാൻ കുറെ ചെറിയ പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ജോബ് എന്താ പറയാ ഡെസിഗ്നേഷൻസ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഇപ്പോ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അപ്പോ അയാൾ എന്തോ അക്കൗണ്ടിങ്ങിൽ എന്തോ ചെയ്യും, അല്ലെങ്കിൽ എന്താ അയാൾ ഒരു ഓഡിറ്റർ ആയിട്ട്. അത് മാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 5-6 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ ജോബ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പൊസിഷൻ ആണ്. വളരെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിട്ടുള്ള വലിയൊരു പൊസിഷനാണ്, അതായത് ഒരു ഹൈ പൊസിഷനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഓരോന്ന് ഞാൻ പറയുമ്പോഴും അതിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ ഈ ഒരു ACCA എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിലൂടെ സാധിക്കുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫൈനാൻസ്, ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഓടാൻ, റൺ ചെയ്യാൻ ഫൈനാൻസ് എത്ര ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. സോ ആ ഫൈനാൻസിന്റെ മൊത്തം അനാലിസിസ് ഒക്കെ പെർഫോം ചെയ്യുന്ന വലിയൊരു പൊസിഷനാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ്. പിന്നെ ഓഡിറ്റർ. ഓഡിറ്റർ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു. നമുക്കറിയാം, നമ്മൾ ഈ എല്ലാ ഫേംസിലും ബാങ്കിലും ഒക്കെ എന്തുണ്ടാവും, ഓഡിറ്റർ ഉണ്ട്. സോ ഒരു ഓഡിറ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ ബിഗ് 4 ഫേംസ് ഉണ്ടല്ലോ, അവരുടെ മെയിൻ പരിപാടികളിൽ ഒന്ന് തന്നെ എന്താണ്, ഓഡിറ്റ് ആണ്. ഓഡിറ്റും അഷുറൻസ് സർവീസസും അനാലിസിസും ഒക്കെയാണ്. അപ്പോൾ ബിഗ് 4ൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കൊരു ഓഡിറ്റർ ആയിട്ട് ഏത് ഫേമിലാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ടാക്സ് റിലേറ്റഡ് സർവീസസ്, അതായത് ടാക്സ് കൺസൾട്ടന്റ് ഉണ്ട്, പിന്നെ ടാക്സ് അനാലിസിസ് ചെയ്യുന്നത്, ടാക്സ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നവരുണ്ടാവും, അങ്ങനെ ഒരുപാട് ഇവാലുവേഷൻ നടത്തുന്നവരുണ്ട്. അങ്ങനെ ടാക്സ് റിലേറ്റഡ് സർവീസസിലും നിങ്ങൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും ACCA ആയി കഴിഞ്ഞാൽ. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കാരണം ഈ 13 പേപ്പറുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ 9 പേപ്പറുകളിലൂടെ തന്നെ അത്യാവശ്യം വേണ്ടെന്നല്ല, പ്രൊഫഷണൽ രീതിയിൽ നിങ്ങൾക്ക് ടാക്സ്, അനാലിസിസ്, ഫൈനാൻസ്, മാനേജ്മെന്റ്, അക്കൗണ്ടിങ് അങ്ങനെയുള്ള കോഴ്സിന്റെ ഒക്കെ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനുള്ള നോളജ് ഒക്കെ നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്,
മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താ, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒരു കമ്പനി റൺ ചെയ്യുന്ന എന്തുകൊണ്ടാണ്, അത് നല്ലൊരു മാനേജ്മെന്റ് ഉള്ളപ്പോഴാണ്. അപ്പോൾ ആ മാനേജ്മെന്റിന്റെ ഇതിൽ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതും വളരെ വലിയൊരു പൊസിഷനാണ്. അതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ എത്താൻ കഴിയും? ACC ആയിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് അടിയിൽ കണ്ടിട്ടുണ്ടാവും ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ പുസ്തകം സൂക്ഷിക്കുന്ന പരിപാടിയല്ല. അത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ എന്താ പറയാ, നമ്മൾ ഓരോ എൻട്രീസ് ഒക്കെ വരുമ്പോഴും, ഓരോ സെയിൽ വരുമ്പോൾ, ഓരോ പർച്ചേസ് വരുമ്പോൾ, അങ്ങനെ എന്തെങ്കിലും ഓരോ സംഭവങ്ങൾ വരുമ്പോൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടാവുമല്ലോ, അതിനെയാണ് പ്രൊഫഷണൽ ആയിട്ട് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബുക്ക് കീപ്പിംഗ് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഏതൊരു കമ്പനിക്കും എന്തുണ്ടാവും? റെക്കോർഡ്സ് ഉണ്ടാവും. ഈ റെക്കോർഡ്സ് ഉണ്ടാക്കി അത് സൂക്ഷിക്കുന്ന ആളാണ് ആര്? ബുക്ക് കീപ്പർ. ബുക്ക് കീപ്പ് ചെയ്യുന്ന ആൾ. അപ്പോ ഒരു ACCA ആണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലൂടെ ആയിരിക്കും കടന്നുപോയത്. നിങ്ങൾക്ക് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അറിയാം. അപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് നടത്തുന്നവർക്ക് ബുക്ക് കീപ്പിംഗ് നടത്താനോ അല്ലെങ്കിൽ അങ്ങനത്തെ സർവീസുകൾ നടത്താനോ ACCA നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ACCയുടെ മുകളിൽ നല്ല ഓപ്ഷൻസ് കുറവാണ്. ഓൾറെഡി ACCA നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരു ഓപ്ഷനാണ്. ഓക്കെ. പിന്നെ റിസ്ക് മാനേജ്മെന്റ്. റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എന്ത് കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ, റിസ്ക് ഹേ തോ ഇസ്കേ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ സ്കാം 1992. അപ്പൊ അതാണ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പനിക്കും ഉണ്ടാവും റിസ്ക്. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അറിയാം, ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവും റിസ്ക് ഉണ്ടാവും, കമ്പനികൾക്ക് റിസ്ക് ഉണ്ട്. എന്തൊരു ഓർഗനൈസേഷൻ ആയാലും ഫൈനാൻസ് വരുന്നുണ്ടോ അവിടെ റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ റിസ്കിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഒരു ACCA എന്നുള്ള നിലയ്ക്ക് സാധിക്കും. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, ഇതിന് ഇത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഇത്രയും ഏരിയാസിൽ നിങ്ങൾ ഓൾറെഡി സ്പെഷ്യലൈസ്ഡ് ആയ പോലെയാണ് നിങ്ങൾ ഈ 13 പേപ്പർ കഴിഞ്ഞ്, അതായത് ഒരു ACCA ക്വാളിഫിക്കേഷൻ ആയി കഴിഞ്ഞു. പിന്നെ താഴത്ത് ബിസിനസ് കൺസൾട്ടന്റ്, ബിസിനസ് ആവശ്യങ്ങൾക്ക് കൺസൾട്ടിങ് സർവീസസ് കൊടുക്കാനും അങ്ങനെയുള്ള ഇതിൽ നമുക്ക് നല്ല ഗ്രാസ്പ് കിട്ടും. കാരണം എന്താ, ബിസിനസ്സും മാനേജ്മെന്റും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ACCA കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ഉണ്ട്. ACCA കഴിഞ്ഞാൽ അതായത് 13 പേപ്പേഴ്സ് കഴിയുമ്പോൾ നിങ്ങളൊരു ACCA അഫിലിയേറ്റ് ആവും. അഫിലിയേറ്റ് ആവുന്നത് ACCA. പിന്നെ 3 വർഷമാണ് നിങ്ങൾക്ക് എന്ത് വേണ്ടത്? ACCA നിങ്ങൾക്കൊരു എന്താ പറയാ PR എന്ന് പറയും, അതായത് എക്സ്പീരിയൻസ് റിക്വയർമെന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയും. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയ ഒരു ACCA ആണ് ആര്? ഒരു ACCA മെമ്പർ എന്ന് പറയും. ACCA എന്ന് പറഞ്ഞ ഒരു കോഴ്സ് മാത്രമല്ല, ACCA എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ നബീൽ ആദ്യം പറഞ്ഞു. അപ്പോൾ 3 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയുള്ള ഒരു ACCA ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ പോലുള്ള കമ്പനികളിൽ ഈ പറഞ്ഞ പോലുള്ള നല്ല നല്ല പൊസിഷൻസ് എന്തായാലും കിട്ടും. 3 വർഷം എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും, അതായത് ഓൾറെഡി നിങ്ങൾ ഒരു ACCA ആയി പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനുള്ള അവസരങ്ങൾ കൂടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ 3 വർഷത്തിന്റെ കാര്യത്തിലാണെങ്കിലും CA വേഴ്സസ് ACCA ഒരു പ്രശ്നം വരും. കാരണം CAയിലാണെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഇന്ത്യൻ CAയുടെ കീഴിൽ അവര് ഇത്ര വർഷം പണിയെടുക്കണം, ഇത്ര വർഷം ജോലി ചെയ്യണം, ഇന്റേൺ ആയിട്ട് ജോലി ചെയ്യണം. ഇന്റേൺസിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റൈപ്പൻഡ് ആയിട്ടൊക്കെ കിട്ടും. 4000 രൂപ 5000 രൂപയൊക്കെ മന്ത്ലി ആയിട്ട് സ്റ്റൈപ്പൻഡ്. ഒരു സ്റ്റുഡന്റിനെ പോലെ തന്നെ ജോലി ചെയ്യണം. എന്നിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫൈനൽ അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഒരു CA ആയിട്ട് മാറാൻ കഴിയും. ACCAയുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ BVoc വിത്ത് ACCA സെലക്ട് ചെയ്ത് നിങ്ങൾ നമ്മുടെ കോളേജിൽ വന്ന് ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തുണ്ടാവും? 9 പേപ്പർ എക്സംഷനോടെ നിങ്ങൾ പാസ്സായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ 4 പേപ്പർ എഴുതിയെടുക്കുന്നതിന്റെ ഇടയിൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു 9 പേപ്പർ കഴിഞ്ഞാൽ ജോലിക്ക് കയറാൻ സാറ് പറഞ്ഞല്ലോ. ശരിയാണ്. കാരണം എന്താ, 9 പേപ്പർ കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു അക്കൗണ്ട്സ് റിലേറ്റഡ് ജോബ്, അത് ഇന്ത്യയിൽ തന്നെ, അതായത് പുറത്ത് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ജോലിയും കേരളത്തിൽ തന്നെ കിട്ടുന്ന ജോലി കേട്ടോ. അപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ട് ജോലിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉള്ള ഫേംസിൽ ഇന്റർനാഷണൽ ഓഡിറ്റിങ്ങോ അങ്ങനെ ഈ പറഞ്ഞ എന്തെങ്കിലും സർവീസ് ആയിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് റെക്കോർഡ്സിലും അത് കയറും. ഇപ്പൊ നിങ്ങൾ, ഞാൻ പറയുമ്പോൾ അടുത്ത 4 പേപ്പർ എഴുതിയെടുക്കുന്നതിന്റെ ഉള്ളിൽ നിങ്ങൾ ഗെയിൻ ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഓൾറെഡി കൗണ്ട് ചെയ്യും. ഇപ്പോ എനിക്കറിയാം 9 പേപ്പർ എക്സംഷനോടെ കഴിഞ്ഞിറങ്ങിയിട്ട് ജോലിക്ക് കയറി ബാക്കി 4 പേപ്പർ എഴുതിയെടുത്ത് 3 വർഷം എക്സ്പീരിയൻസോട് കൂടി ACCA ആയ, അതായത് 4 പേപ്പർ തീരുമ്പോഴേക്കും 3 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടി വന്ന ആളുകൾ എനിക്കറിയാം. അവരെ കരിയർ ഇപ്പൊ നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതാ ഞാൻ പറയുന്നത്, CAക്കാളും ഒരുപാട് രീതിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഫ്ലെക്സിബിൾ ആണ്.
പിന്നെ CA-ക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ട്രെൻഡ് അറിയാലോ, നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ലാത്ത ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. സോ ഒരു നല്ല പ്രൊഫഷണൽ കോഴ്സ്, ഒരു നല്ല ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് ഉള്ള ഒരു കോഴ്സ് എടുത്തിട്ട് പുറത്തു പോകാനായിരിക്കും നിങ്ങളുടെ ചോയ്സ് ഉണ്ടാവും. അപ്പൊ പുറത്തു പോകാൻ ഇത് നല്ലൊരു ചോയ്സ് ആണ്, ഭയങ്കര നല്ലൊരു ചോയ്സ് ആണ്. അപ്പൊ പുറത്ത് ഒരുപാട് പേര് ഇപ്പൊ ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നത് MBA പോലുള്ള ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ACC ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി പുറത്തു പോയി വേറെ ഒന്നും പഠിക്കുകയൊന്നും വേണ്ട, നിങ്ങൾക്ക് ജോബോട് കൂടി പുറത്തു പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ ആ ഒരു വേറെ രാജ്യത്ത്, ഇപ്പോ ലണ്ടൻ അല്ലെങ്കിൽ ബ്രിട്ടനിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പേപ്പർ പോലും എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ വേറെ ഇപ്പോ ഫ്രാൻസോ അല്ലെങ്കിൽ ACCക്ക് 150+ കൺട്രീസിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ 150-ലധികം രാജ്യങ്ങളിലെ ആക്സെപ്റ്റൻസ് ഉണ്ട്. സോ ഈ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CA ആയിട്ട് പെർഫോം ചെയ്യാം, നിങ്ങൾക്ക് ACCA ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഞാൻ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ACCA-യിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ACCA ആയി കയറി തുടങ്ങുമ്പോൾ എനിക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് അക്വയർ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇപ്പൊ തന്നെ നല്ലൊരു കരിയർ പാത്ത് ചൂസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. താങ്ക് യു. നബീൽ. Sir, thank you, sir. Thank you for your wonderful insight. അപ്പോ ഋഷി സാർ മാക്സിമം കുറെ കാര്യങ്ങൾ ACC പറ്റി പറഞ്ഞിട്ടുണ്ട്. ACC എന്താണ്, ഇതൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്, എന്നുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലെവൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം അത് മനസ്സിലാക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ പുള്ളി അതുപോലെ പറഞ്ഞിട്ടുള്ള കുറെ ലെവൽസും കാര്യങ്ങളും പറഞ്ഞു. പിന്നെ മെയിൻ ആയിട്ട് പുള്ളി പറഞ്ഞത് കരിയർ പ്രോസ്പെക്ട്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനീസിൽ ബിഗ് ഫോറിനെ പറ്റിയിട്ടൊക്കെ പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഷഹനാസാറിനെ പറ്റി പറയുവാണെങ്കിൽ ഞങ്ങളുടെ കോളേജിൽ തന്നെ അത്യാവശ്യം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു സാറാണ്. ലൈക്ക് ഇപ്പം ഈ ബിബോക്കിനെ പറ്റിയിട്ടായിരിക്കും പുള്ളി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ പോലും അത്യാവശ്യം കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനെ പറ്റിയും അല്ലെങ്കിൽ എന്ത് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചാലും പറഞ്ഞു തരാൻ പൊട്ടൻഷ്യൽ ഉള്ള കഴിവുള്ള ഒരു സാറാണ് നമ്മുടെ ഷഹനാസ് സാർ എന്ന് പറയുന്നത്. ലൈക്ക് ഹീസ് ഓൾ ഇൻ ഓൾ ആണ്. ISDC ഓൾ ഇൻ ഓൾ ആണ്. അക്കാഡമിക് വൈസ് ആയിരുന്നാലും ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം ആയിരുന്നാലും എന്ത് കാര്യമായിരുന്നാലും അത്യാവശ്യം ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ഒരു സാറും കൂടിയാണ് ഷഹനാസ് സാർ. സോ ഷഹനാസ് സാർ, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ഷഹനാസ് സാർ. ഷഹനാസ് സാർ, ഓവർ ടു യു സാർ. And a very good morning to one and all. ആക്ച്വലി ഈ ഒരു സെഷൻ അറേഞ്ച് ചെയ്ത ISDC-ക്കും ദെൻ അതേപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ അറ്റൻഡീസിനും ഞാൻ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മളിപ്പോ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഏറ്റവും ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട ഒരു പോയിന്റിലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത്. അതെ, നിങ്ങൾ എല്ലാവരും +2 കഴിഞ്ഞവരാണ്. അപ്പൊ +2 കഴിഞ്ഞിട്ട് ദെൻ വാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ നമ്മൾ വരുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് എന്ത് കരിയർ ചൂസ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നമ്മുടെ ഈ വെബിനാറിന്റെ ടോപ്പിക് തന്നെ +2 കഴിഞ്ഞിട്ട് ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് കരിയർ സ്വന്തമാക്കാം എന്നാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ജോയിൻ ചെയ്തിരിക്കുന്ന മെജോറിറ്റി അറ്റൻഡീസും ഉദ്ദേശിക്കുന്ന അവർക്ക് എങ്ങനെ +2 കഴിഞ്ഞിട്ട് ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് കരിയർ സ്വന്തമാക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു നല്ലൊരു കരിയർ സ്വന്തമാക്കാം എന്നുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ച് നിങ്ങൾ അവെയർ ആണ്? +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾ എടുക്കാൻ പറ്റും എന്ന് അവെയർ ആണ്? അറ്റൻഡീസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ഏതൊക്കെ പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സുകൾ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉള്ളത്. പലരും പല കോഴ്സുകളുണ്ടല്ലോ. നമ്മളിപ്പോ തന്നെ ഓൾറെഡി റിസൾട്ട് ഒക്കെ വന്ന് വെയിറ്റ് ചെയ്ത് കാണും. ദെൻ നമ്മൾ പല കോഴ്സുകളെ കുറിച്ച് നോക്കി കാണും. അപ്പൊ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടോ? ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞിട്ട് ചൂസ് ചെയ്യാം എന്നതിനെ പറ്റി ആർക്കെങ്കിലും അവയർനെസ് ഉണ്ടോ? ലൈക്ക് ഇപ്പൊ തന്നെ കുറെ പ്രൊഫഷണൽ കോഴ്സുകൾ ഇപ്പോ എമേർജിങ് ആണ്, ട്രെൻഡിങ് ആണ്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ദെൻ അതേപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സ്, അങ്ങനെയുള്ളവരെല്ലാവരും ഇതേപോലത്തെ കോഴ്സുകളെ കുറിച്ച് പറയുന്നത്. SCA അങ്ങനത്തെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. നമുക്ക് പലർക്കും ലൈക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സ് ആണ് CA, SCMA. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല കോഴ്സുകളും നമുക്കിപ്പോ വളരെ ട്രെൻഡിങ് ആണ്.
ഓക്കെ, ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കാണുന്ന ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ പുറത്ത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ബാക്കപ്പ് ഉള്ള കോഴ്സുകളാണ് ഈ CA, ACCA, CMA എന്നൊക്കെ പറയുന്ന കുറെ കോഴ്സുകൾ. നമുക്ക് ഇതിന്റെ ഒരു ഔട്ട് വ്യൂ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഈ ഒരു വെബിനാറിന്റെ ഏറ്റവും വലിയ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നതും ഇങ്ങനെ ഒരു കരിയർ പ്രോസ്പെക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം ഈ വെബിനാറിലൂടെ. ആദ്യം തന്നെ ഞാൻ പറയാം, ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കരിയർ സ്വന്തമാക്കാം. ലൈക്ക് ഇപ്പൊ നമുക്ക് സാധാരണ ഒരു നോർമൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവര് 10th പാസ്സാകുന്നു, ദെൻ +2 പാസ്സാകുന്നു, ദെൻ അതിനുശേഷം അവര് ഒരു ഡിഗ്രി ചെയ്യുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഫോമിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. ആ ഇന്റർവ്യൂയിലൂടെ അവർക്കൊരു റെഗുലർ ഇൻകം കിട്ടുന്ന ജോബ് ഗെയിൻ ചെയ്യുന്നു. എന്നിട്ട് അതുമായിട്ട് അവർ ഫോളോ ചെയ്ത് ലൈഫ് ലോങ് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതൊരു കരിയർ ആണ് ആക്ച്വലി. നിങ്ങൾക്ക് ഒരു നോർമൽ ലിവ്ലിഹുഡ് ഏൺ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ജോബ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇത് ഒരിക്കലും തന്നെ നിങ്ങളുടെ കരിയർ ആവുന്നില്ല. കാരണം കരിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുന്നതാവണം കരിയർ എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളിപ്പോ ഒരു ഡിഗ്രി കഴിയുന്നു, ഒരു ബേസിക് ഫോമിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നോർമൽ C-level എംപ്ലോയിയോ B-level എംപ്ലോയിയോ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കരിയർ എപ്പോഴും ഇറ്റ്സ് സംതിങ് ബെറ്റർ ദാൻ വാട്ട് യു ലീവ് ഇൻ യുവർ സൊസൈറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയർ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ വെബിനാറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം സിംപ്ലി നിങ്ങളോട് പറയുന്ന ഒറ്റ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ +2 ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഓക്കെ, അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആദ്യം പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമുക്ക് സാധാരണ ഒരു നോർമൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്ക് ഒരു നോർമൽ ജോബ് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ഒരു പ്രൊഫഷണൽസ് ആയിട്ട് മാറത്തുള്ളൂ. ഈ പ്രൊഫഷണൽ ആയിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെയുള്ള ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ? നമ്മളൊരു പ്രൊഫഷണൽ ബോഡിയിൽ എൻറോൾഡ് മെമ്പർ ആവുകയും ആ ഒരു പെർട്ടിക്കുലർ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജോബ് നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് അതിലൂടെ കിട്ടുന്ന ജോബ് വേറെ ആർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പ്രൊഫഷണലാണ്, സോ നമുക്ക് മാത്രമേ ആ ജോബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രൊഫഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്കിൽ ഓറിയന്റഡ് ജോബാണ്. ഈ സ്കില്ല് നമ്മൾ പഠിക്കുന്നതാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുക എന്ന് നമ്മൾ സിംപ്ലി പറയുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കുറേ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. അതായത് CA, CMA ഇന്ത്യ, CS, ACCA, CPA, CMA US പോലെയുള്ള കുറെ കോഴ്സുകൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പറ്റും. ഈ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഈ കോഴ്സിന് നിങ്ങൾ ഒരു 3-4 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഇതിന് കുറച്ച് നോർമൽ ഫീയേക്കാളും കൂടുതൽ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. കാരണം ഇതെല്ലാം പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. ആ പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ നിങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് അതിന്റെ എല്ലാ എക്സാമും പാസ് ചെയ്ത്, ചില പ്രൊഫഷണൽ കോഴ്സുകളിൽ ആർട്ടിക്കിൾഷിപ്പ്, ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ പറയും. അതും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോബ് നിങ്ങൾക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഞാൻ മെജോറിറ്റി നമ്മുടെ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത ഋഷി സാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ള, അല്ലെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന, എവിടെ വേണമെങ്കിലും, അതായത് 180+ കൺട്രീസിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി ACC. ഓക്കെ, നിങ്ങൾക്കറിയാം അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ACC എന്ന് പറയുന്നത് അതൊരു ഗ്ലോബൽ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് പ്രൊഫഷൻ ആണ്. ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ സെമിനാറിന്റെ ടോപ്പിക്കും അത് തന്നെയാണ്. നിങ്ങൾക്ക് എങ്ങനെ ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് കരിയർ സ്വന്തമാക്കാം? നിങ്ങൾക്ക് ഗ്ലോബൽ അക്കൗണ്ടിങ് കരിയർ സ്വന്തമാക്കാം. എങ്ങനെ സ്വന്തമാക്കാം? നിങ്ങൾ ACC കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഗ്ലോബൽ അക്കൗണ്ടിങ് കരിയർ സ്വന്തമാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ACCA ഇതിന്റെ ഒരു പേപ്പർ കോമ്പിനേഷൻ, ഇത് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, ദെൻ ഇതിന്റെ ഒരു കരിയർ പ്രോസ്പെക്ട് എന്താണ്, ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മുമ്പേ ഉള്ള റിസോഴ്സ് പേഴ്സൺസ് സംസാരിച്ചു. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഈ ACCA സിംപ്ലി ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ട്രിക്കാണ്. ആക്ച്വലി
ഞാനൊരു വളരെ ഇൻഡെപ്ത് ആയിട്ട് ACCA പോലുള്ള ഒരു കോഴ്സ് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടി പഠിച്ചു പോകുന്നതിന്റെ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ഇനി പറയാൻ പോകുന്ന നെക്സ്റ്റ് 15 മിനിറ്റ്സും ഞാൻ പറയുന്നത് എങ്ങനെ ഈ ACCA കോഴ്സ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാമെന്നാണ്. ഓക്കെ, വളരെ ഈസി മെത്തേഡിലൂടെ ACCA കോഴ്സ് കിട്ടാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ മെത്തേഡ് പറയുന്നതിന് മുമ്പേ ഞാൻ പറയാം, ഈ ACCA നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻലി നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളൂ. ഒന്ന്, ടൈം ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് ഫാക്ടർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പേപ്പർ ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആയി പോകുന്ന ഒരു ടെൻഡൻസി കുറെ കാലങ്ങളായിട്ട് ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ, എല്ലാ പ്രൊഫഷണൽ കോഴ്സിനും ഉള്ളതാണ്, ACCA മാത്രം സ്പെസിഫൈ ചെയ്ത് പറയുന്നതല്ല. അപ്പൊ അങ്ങനെ ഒരു ടെൻഡൻസിയും കൂടെ ഈ ACCA കോഴ്സിനോട് നോക്കുമ്പോൾ നമുക്ക് കണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം കൂടെയുള്ള ഒരു സിമ്പിൾ സൊല്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. എങ്ങനെ നമുക്കൊരു ACCA കോഴ്സ് നമുക്ക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ACCA കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ACCA സിമ്പിൾ ആയിട്ട് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് BVOC ഡിഗ്രി പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാച്ചുലർ ഓഫ് വൊക്കേഷണൽ എന്ന് പറയുന്ന 2017 ഫോം ചെയ്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ ഓർഡർ പ്രകാരം ഫോം ചെയ്ത ഒരു സ്കിൽ ഓറിയന്റഡ് പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാം ആണ് ഈ BVOC എന്ന് പറയുന്നത്. കാരണം ഈ BVOCന്റെ ഈ വൊക്കേഷണൽ, വോക്ക് മീൻസ് വൊക്കേഷണൽ, ഈ വൊക്കേഷണൽ എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് തന്നെ ജോബ് എന്നാണ്. ആക്ച്വലി ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ജോബ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ BVOC എന്ന് പറയുന്ന ഡിഗ്രി മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജോബ് പഠിച്ചാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ജോബ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ ഈ ഡിഗ്രിയിലൂടെ പഠിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഡിഗ്രി നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. കാരണം നമ്മൾ BBA കേട്ടിട്ടുണ്ട്, BSc കേട്ടിട്ടുണ്ട്, BCom കേട്ടിട്ടുണ്ട്. എന്താണ് ഈ BVOC എന്ന് പറയുന്ന പല ഡൗട്ടും കാണും. ഇത് ക്ലിയർലി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂവ് ചെയ്ത ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് ഈ BVOC എന്ന് പറയുന്നത്. ഇതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ അപ്രൂവൽ ഉണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അപ്രൂവൽ ഉണ്ട്, അതേപോലെ തന്നെ കേരള PSC, UPSC പോലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ബോഡിയും അംഗീകരിച്ച ഒരു BComന്റെ സെയിം വാലിഡിറ്റി ഉള്ള അതേ ഡിഗ്രി തന്നെയാണ് ഈ BVOC എന്ന് പറയുന്നത്. ഓക്കെ, പലരും ഇത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ BVOC BComൽ നിന്നും വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ BVOCന്റെ സിലബസ് ആപ്ലിക്കേഷനും ഇതിന്റെ എക്സിക്യൂഷനും തന്നെയാണ് ഇതിനെ വളരെ ഡിഫറന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, നിങ്ങൾ BCom പഠിക്കുന്നു, നിങ്ങൾക്ക് ഒരു സ്കിൽ ക്വാളിഫിക്കേഷൻ അല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് ഒരു റെഗുലർ ഡിഗ്രിയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഒരിക്കലും അതിലൊരു ഇന്റേൺഷിപ്പ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയോ കിട്ടുന്നില്ല. പക്ഷെ BVOCൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന ജോബാണ്. ആക്ച്വലി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ജോബാണ് BVOC. സോ നിങ്ങൾ ജോബാണ് പഠിക്കുന്നത്. അപ്പൊ ഈ BVOC ഡിഗ്രിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ പോയിന്റ് ഞാൻ പറഞ്ഞു, ഇതിലൊരു പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ BVOC ഡിഗ്രി നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങൾക്ക് ഈ BVOC ഡിഗ്രി പഠിക്കാം. പക്ഷെ ഈ BVOC ഡിഗ്രിയിലൂടെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും കൂടെ ഇന്റഗ്രേറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടും ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന ഒരു ബെറ്റർ പ്രോഡക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അടുത്ത 3 വർഷം ഒരു ഡിഗ്രിയോടൊപ്പം നിങ്ങൾ ഒരു പ്രൊഫഷണൽ ACCA പോലെയുള്ള ക്വാളിഫിക്കേഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BVOC പഠിക്കുന്ന അതേ പേപ്പേഴ്സിൽ തന്നെ നിങ്ങൾക്ക് ACCA പഠിക്കാം. അല്ലാതെ നിങ്ങൾ ACCA പഠിക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് ട്യൂഷന് പോകണ്ട, ഒരു സെപ്പറേറ്റ് കോച്ചിങ് സെന്റർ നിങ്ങൾ കണ്ടെത്തണ്ട, ഒന്നും ചെയ്യണ്ട, ഒരു സെപ്പറേറ്റ് ഫീ പേ ചെയ്യണ്ട. BVOC തന്നെ നിങ്ങൾക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ BVOCന്റെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി NAC A++ റേറ്റിംഗ് ഉള്ള ബാംഗ്ലൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്ത BVOC അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കോഴ്സ് വളരെ ഒരു അൾട്ടിമേറ്റ് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അതിനോടൊപ്പം ഞാൻ ഈ ഡിഗ്രി എപ്പോഴും വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദ റെവല്യൂഷൻ ഇൻ ഇന്ത്യൻ ഡിഗ്രി പ്രോഗ്രാം എന്നാണ്. കാരണം ഇന്ത്യൻ ഡിഗ്രി പ്രോഗ്രാമിൽ റെവല്യൂഷൻ, ഇന്ത്യൻ ഡിഗ്രി പ്രോഗ്രാമിൽ ചേഞ്ച് ഉണ്ടായത് BVOC ഡിഗ്രി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷമാണ്. കാരണം ഇവിടം തൊട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റും ഹയർ അതോറിറ്റീസും എങ്ങനെ ഒരു ഡിഗ്രി സ്റ്റുഡന്റിനെ ഒരു ജോബ് ഓറിയന്റഡ് പ്രൊഫഷണൽ ആക്കി മാറ്റാം എന്ന് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഈ BVOC ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഒരു ടോപ്പ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു BVOC അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ACCA കൂടെ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് BVOC ഡിഗ്രി ചെയ്യുന്ന 3 വർഷം കൊണ്ട് BVOC ഡിഗ്രി കംപ്ലീറ്റ് ആക്കുന്ന ആൾക്കാർക്ക് നേരത്തെ ഋഷി സാർ പറഞ്ഞതുപോലെ തന്നെ 13 പേപ്പറിൽ
9 പേപ്പറിന്റെ എക്സംഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. ബാക്കി 4 പേപ്പർ മാത്രം നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ACCA പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ACCA ഒരു അഫിലിയേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പൊ മനസ്സിലായില്ലേ? 13 പേപ്പറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ 9 പേപ്പർ നിങ്ങൾ പഠിക്കുകയാണ് ഈ ബിവോക് ഡിഗ്രിയിലൂടെ. ദെൻ അതിന്റെ എക്സംഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. നിങ്ങളുടെ പ്രൊഫൈലിലെ എക്സംഷൻ ക്രെഡിറ്റ് ആവും. പിന്നെ ബാക്കി 4 പേപ്പർ നിങ്ങൾ ഈ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഫൈനൽ ഇയറിലോ നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും. അതും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3 ഇയറോ അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ മന്ത്സോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബിവോക് ഡിഗ്രി ഹോൾഡറും അതിനോടൊപ്പം ഒരു ACCA അഫിലിയേറ്റുമായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഇതാണ് ഈ ഡിഗ്രിയിൽ ഞാൻ കാണുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡിഗ്രിയിൽ ഞാൻ പറഞ്ഞ പോലെ ACCA ഇന്റഗ്രേഷൻ മാത്രമല്ല, ഇതിൽ വേറൊരു എക്സ്ട്രാ ഫെസിലിറ്റിയും കൂടെ പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC എന്ന് പറയുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് ബോഡിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം. അത് സെൻട്രൽ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബോഡിയാണ്. ഈ ബോഡിയുടെ ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് സ്കിൽസ്, അതായത് ഒരു ജോബ് എങ്ങനെ ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് ഈ NSDC കോഴ്സുകളിലൂടെ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡിഗ്രി ചൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് ഒരു NSDC ഡയറക്റ്റ് ആയിട്ട് നടത്തുന്ന ക്വാളിഫിക്കേഷൻ പാക്കിന്റെ ട്രെയിനിങ്ങും അതിന്റെ എക്സാമും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാം നടത്തി സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റൊരു ഫീച്ചറാണ് ഇത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാംസ് നമ്മുടെ സെന്റർ ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡും ചെയ്യുന്നു. അപ്പൊ ഞാൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് പറഞ്ഞതെന്ന് ആലോചിക്കുക. ഒന്ന്, ഇന്ന് നിങ്ങൾ കാണുന്ന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം, അതും ഇന്ത്യയിൽ തന്നെ NAC A++ റേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ പറ്റുന്ന 180+ കൺട്രിയിൽ അപ്രൂവൽ ഉള്ള ACCA പോലെയുള്ള പ്രൊഫഷണൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പഠിക്കും. പ്രൊഫഷണൽ ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഡിഗ്രിയോടൊപ്പം പഠിക്കാൻ പറ്റും. ദെൻ തേർഡ് പോയിന്റ്, നിങ്ങൾക്ക് എല്ലാ സെമസ്റ്ററുകളിലും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതായത് സെൻട്രൽ ഗവൺമെന്റ് ബോഡി ത്രൂ നിങ്ങൾക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻസ് കിട്ടുന്നു. ഓരോ ജോബിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ട് അതിന്റെ എക്സാം നടത്തി നിങ്ങൾക്ക് സെപ്പറേറ്റ് സർട്ടിഫിക്കേഷൻ കിട്ടുന്നു. ദെൻ ഫോർത്ത് പോയിന്റ്, നിങ്ങൾക്ക് ഗവൺമെന്റ്, സെമി ഗവൺമെന്റ്, പ്രൈവറ്റ് മേഖലകളിൽ ഡിഫറെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ഫേംസിൽ നിന്നും ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഇതൊന്നും അല്ലാതെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതൊന്നും കൂടാതെ തന്നെ സെപ്പറേറ്റ് പേഴ്സണാലിറ്റി സ്കിൽ ഡെവലപ്മെന്റ്, ദെൻ അതേപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റ്, അതേപോലെയുള്ള ഡിഫറെന്റ് ആസ്പെക്ടുകളിൽ നിങ്ങൾക്ക് ക്ലാസ് റൂം ട്രെയിനിങ്സ് കിട്ടുന്നു. ഇതൊന്നും തന്നെ ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി അല്ല. ഇതെല്ലാം തന്നെ നമ്മൾ ഈ ഒരു 3 വർഷത്തെ ഡിഗ്രി കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കിക്കേ, മിക്കവാറും ആൾക്കാർ ഡിഗ്രി 3 വർഷം കഴിഞ്ഞിട്ട് ACC ചെയ്യാൻ പോകുമ്പോൾ എത്ര ടൈം ഫാക്ടർ ആണ് കൺസ്യൂം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ഒരു 3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് ഈ ബിവോക് ഡിഗ്രിയിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ബിവോക് ഡിഗ്രി ബാക്കിയുള്ള എല്ലാ ഡിഗ്രികളെക്കാളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനുള്ള ഒരു 9 പേപ്പർ എക്സംഷനെ കുറിച്ചാണ് ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സ് ഫീ, ഇപ്പൊ നിങ്ങൾ ഒരു ACCA ഡയറക്റ്റ് ആയിട്ട് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറൌണ്ട് ഒരു 4 lakhോളം കോഴ്സ് ഫീ നിങ്ങൾക്ക് എന്തായാലും ആകും. ACCA ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യാനായിട്ട് അറൌണ്ട് ഒരു 4 lakhോളം ക്വാളിഫിക്കേഷൻ, അതിനൊരു രജിസ്ട്രേഷനും ദെൻ അതേപോലെ തന്നെ അതിന്റെ കോച്ചിങ് ഫീ, എക്സാം ഫീ എല്ലാം കൂടെ ഒരു 4 lakhോളം നിങ്ങൾക്ക് ആകുന്നു എന്ന് വിചാരിക്കുക. ദെൻ അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 lakhോളം എന്തായാലും ആകും. ഒരു ജെയിൻ പോലെയുള്ള ഒരു ഇന്ത്യയിലെ നമ്പർ 1 ക്യാമ്പസിലൊക്കെ പോയി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 lakhോളം നിങ്ങൾക്ക് ആ കോഴ്സ് ഫീ എന്തായാലും ഡിഗ്രിക്ക് ആകാം. ഇതല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ NSDC, ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു സെൻട്രൽ ഗവൺമെന്റ് ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതണമെങ്കിൽ തന്നെ അതിനൊരു 15,000 to 20,000ഓളം അതിന് തന്നെ കോഴ്സ് ഫീ ആകാം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ അറൌണ്ട് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു 7 lakh എബോ കോഴ്സ് ഫീ ആണ് നിങ്ങൾക്ക് ആകുന്നത് എങ്ങനെ പോയാലും. കാരണം ഞാൻ പറഞ്ഞ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഓരോ ഡിഫറെന്റ് ഫേമിൽ നിന്ന് അക്യൂർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഇത്രയും കോഴ്സ് ഫീ ആകും. പക്ഷെ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബിവോക്കിലൂടെ വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള, വളരെ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫീയിലൂടെ പഠിക്കാൻ പറ്റും. അതുപോലെ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വർഷകാലം ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്ത ഒരു എസ്റ്റാബ്ലിഷ്ഡ് സെന്റർ ആണ് ISDC ലേണിംഗ് സെന്റർ എന്ന് പറയുന്നത്. നമ്മുടെ ട്രിവാൻഡ്രത്താണ് ഈ സെന്റർ വരുന്നത്. നമ്മുടെ നബീൽ പറഞ്ഞതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വളരെ വർഷങ്ങളായിട്ട്, അറൌണ്ട് ഒരു
12 ഇയേഴ്സോളം നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ദെൻ അതേപോലെ തന്നെ ബിവോക്ക് എന്ന് പറയുന്ന കോഴ്സ് ചെയിൻ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും എക്സിക്യൂട്ട് ചെയ്തതും നമ്മുടെ സെന്റർ ത്രൂ ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി 2 പാസ് ഔട്ട് ബാച്ച് ഇവിടെ ഉണ്ട്. അതിൽ ACCA കംപ്ലീറ്റ് ചെയ്തവരുണ്ട്, ബിവോക്ക് കഴിഞ്ഞ് ACCA കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ, നമ്മുടെ ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇയർ ബാച്ചിലെ എല്ലാ കുട്ടികളും തന്നെ പ്ലേസ്മെന്റ് കിട്ടി പ്ലേസ്ഡ് ആവുകയും ചെയ്തു. നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു വേൾഡ് ആണ് നമ്മുടെ ഈ ബിവോക്ക് പ്ലസ് ACCA എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം. നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നു, സെപ്പറേറ്റ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യുന്നു, സെപ്പറേറ്റ് ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യുന്നു. ഇപ്പൊ ഇതിനെല്ലാം കോസ്റ്റും ഉണ്ട്, ടൈമും ആവും. പക്ഷെ നിങ്ങൾ ഈ 3 വർഷം ബിവോക്ക് ഡിഗ്രി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡിഗ്രി ആയി, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആയി, നിങ്ങൾക്കൊരു സർട്ടിഫിക്കേഷൻ ആയി, അങ്ങനെ പല അഡ്വാൻറ്റേജും നിങ്ങൾക്ക് അടുത്ത 3 വർഷം കൊണ്ട് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഡിഗ്രിയുടെ ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഒരു കോഴ്സ് നമുക്കിപ്പോ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഏത് സ്ട്രീമിൽ പഠിച്ചവരും, പലർക്കും ഡൗട്ട് ഉണ്ട്, ഞാനിപ്പോ +2 കഴിഞ്ഞതാണ്, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞതാണ്, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണും. ACCയുടെ വേൾഡ് റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാർ വരെ ഈ കൊമേഴ്സ് അല്ലാത്ത സ്ട്രീമിൽ നിന്ന് വന്നവർ തന്നെയാണ്. അതായത് സയൻസുകാരും ഹ്യൂമാനിറ്റീസുകാരും ACCയുടെ വേൾഡ് റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ടോപ്പർ 2019 ബാച്ചിലെ യൂണിവേഴ്സിറ്റി ടോപ്പർ ആണെങ്കിൽ പോലും ആ കുട്ടി ലൈക് സയൻസ് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതേപോലെ പലർക്കും പറ്റുന്ന ഒരു സ്ട്രീമാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡ്നെസ് ഈ സിലബസിൽ ഇല്ല, വളരെ ഒരു ഗ്രാജുവൽ മോഡിലാണ് ഈ സിലബസ് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ ACCയുടെ ഫസ്റ്റ് സെമ്മിൽ 2 പേപ്പർ, പിന്നെ സെക്കൻഡ് സെമ്മിൽ 2 പേപ്പർ, തേർഡ് സെമ്മിൽ 2 പേപ്പർ, അങ്ങനെ ഒരു ഗ്രാജുവൽ ലെവലിലാണ് നിങ്ങൾക്ക് ACCA പേപ്പേഴ്സ് അലോട്ട് ചെയ്ത് തരുന്നത്. അപ്പൊ ഈ ബിവോക്ക് ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ACCയുടെ പേപ്പേഴ്സ് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കുന്നു. ഒരിക്കലും അല്ല. ഈ ബിവോക്ക് ഡിഗ്രിയിൽ പഠിക്കുന്ന ഓരോ പേപ്പർ ACCയുടെ പേപ്പർ തന്നെയാണ്. എക്സ്ട്രാ യൂണിവേഴ്സിറ്റിയുടെ ഒരു 1-2 അഡീഷണൽ പേപ്പേഴ്സും കൂടെ സെമസ്റ്ററിൽ വരും. അല്ലാത്ത പക്ഷം നിങ്ങൾ പഠിക്കുന്നത് ഈ ACCയുടെ പേപ്പേഴ്സ് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഈ എക്സംഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ വേറെയും ഉണ്ട്, പക്ഷെ അവിടെ ആരും തന്നെ അവസാനത്തെ 4 പേപ്പറിന്റെ കോച്ചിങ് നിങ്ങൾക്ക് തരുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഡിഗ്രി കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 5ാമത്തെയും 6ാമത്തെയും സെമ്മില് നിങ്ങൾ എഴുതേണ്ട ആ 4 പേപ്പറിന്റെ ക്ലാസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബിവോക്ക് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ ആ 4 പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു സിലബസിൽ മാത്രമേ ആ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. വേറെ ഒരു സിലബസിൽ നിങ്ങൾ നോക്കിയാൽ, ഞാൻ പറയുകയാണ്, ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയുടെയും എക്സംഷനുള്ള സിലബസ് നിങ്ങൾ എടുത്ത് കമ്പയർ ചെയ്താൽ പോലും ഇത്രയും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളതും ഇത്രയും ACCA പേപ്പർ കവറപ്പ് ചെയ്തിട്ടുമുള്ള ഒരു ഡിഗ്രി സിലബസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അത്രയും ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സിലബസ് ആണ് നിങ്ങൾക്ക് ഇവിടെ അടുത്ത 3 വർഷം പഠിക്കാനായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അതും ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ഉണ്ട്, അതേപോലെ തന്നെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അഫിലിയേഷനും ഉണ്ട്. ദെൻ ACCA പോലെയുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പ്രൊഫഷന്റെ ഒരു ബാക്കപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇതിനേക്കാളും വലിയൊരു ഡിഗ്രി കോഴ്സ് നിങ്ങൾക്ക് ഇനി ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് വളരെ വലിയ സ്ഥാപനങ്ങൾ, നേരത്തെ ഋഷി സാർ പറഞ്ഞ പോലെ തന്നെ ബിഗ് 4 കമ്പനീസ് കൂടാതെ തന്നെ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന മെജോറിറ്റി മൾട്ടിനാഷണൽ കമ്പനികളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ, ഇപ്പൊ മിഡിൽ ഈസ്റ്റിലാണെങ്കിലും UK-യിലാണെങ്കിലും പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് നമുക്ക് ഈ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ കോഴ്സ് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം ഇത് പഠിക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് സെന്റർ ആണ് നമ്മൾ ഇവിടെ ഓഫർ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു നാഷണൽ ലെവൽ ഫാക്കൽറ്റി പൂള് തന്നെ നമുക്കുണ്ട്. അതായത് നമുക്ക് തന്നെ ലൈക് ACCA അഫിലിയേറ്റ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, അതായത് ട്യൂട്ടേഴ്സ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിട്ട് അഫിലിയേറ്റ്സ് ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. ദെൻ മോർ ദാൻ ഒരു 25 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അപ്രൂവ്ഡ് ആയിട്ടുള്ള അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് വരെ നമുക്ക് ഇവിടെ പഠിപ്പിക്കാനായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതിനോടൊപ്പം നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ലൈസൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് വരെ നമുക്ക് പഠിപ്പിക്കാനായിട്ടുണ്ട്. വേറെ ഒരു സെന്റേഴ്സിലും ഇത്രയും വലിയൊരു ഫാക്കൽറ്റി കോമ്പിനേഷൻ പൂൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അത് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊരു പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ണർ, ISDC എന്ന് പറയുന്നത് ACCയുടെ ഒരു പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ണറും കൂടെയാണ് ഇന്ത്യയിൽ. അത് നിങ്ങൾക്ക് ഒരു അൾട്ടിമേറ്റ് അഡ്വാൻറ്റേജ് തരുന്നതാണ്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിലും അതേപോലെ തന്നെ ISC ലെവലിലും നമ്മൾ ഡിഫറെന്റ് നാഷണൽ ലെവൽ പ്ലേസ്മെന്റ് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അല്ലാതെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ അഡീഷണൽ സ്കിൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും നമ്മൾ ഈ 3 വർഷം ഡിഗ്രി സ്റ്റുഡൻസിനായിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ അഡ്വാൻറ്റേജ് ആയിട്ട് കോട്ട് ചെയ്യുന്നത്. then അതേപോലെ തന്നെ നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ പ്രീമിയം സ്കിൽ നോളജ് പാർട്ണറിൽ ഒരാളാണ്. നിങ്ങൾക്ക് തന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ISDC ലേണിംഗ് സെന്റർ ചാക്കി ബൈപ്പാസ് എന്ന് ഉള്ള അഡ്രസ്സ്, നമ്മുടെ സെയിം അഡ്രസ്സ് തന്നെ കോട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അത്രമാത്രം ഒരു ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു ഇമ്പാക്ട് ഉള്ള ഒരു ഡിഗ്രി കോഴ്സാണ് നിങ്ങൾ ഇവിടെ പഠിക്കാനായിട്ട് നിങ്ങളെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കോഴ്സുകൾ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ വലിയൊരു കോസ്റ്റാണ്. പക്ഷെ ഇതെല്ലാം ഒരു സബ്സിഡൈസ്ഡ് ഒരു സ്കോളർഷിപ്പ് സ്കീമിലൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള അറ്റൻഡീസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സെന്റർ വിസിറ്റ് ചെയ്യാം. നമ്മുടെ അക്കാഡമിക് അഡ്വൈസേഴ്സ് ആൻഡ് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആണ്. അവരെ കോൺടാക്ട് ചെയ്യാം. then അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ സെന്റർ വിസിറ്റ് ചെയ്യാം. പ്രിയമുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഡ്മിഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ അടുത്ത 3 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുക. കാരണം ഇത് നമ്മൾ പേഴ്സണലി ഞാനൊരു സ്റ്റുഡൻസ് പെർസ്പെക്ടീവിൽ പറയുന്നത് മാത്രമല്ല, അതായത് നമുക്കിപ്പോ പേഴ്സണലി നമ്മുടെ ആരെന്തെങ്കിലും എന്നോട് ചോദിക്കുകയാണ് ഏതാണ് ഇപ്പോ +2 കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഒരു കരിയർ കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നത് ACC പോലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇന്ത്യയുടെ ഒരു എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തു പോയാണെങ്കിലും നമുക്ക് ജോബ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടണമെങ്കിൽ നമ്മൾ അഫ്കോഴ്സ് നമ്മൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെപ്പറ്റി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത് ഇതേപോലുള്ള ഒരു എക്സംഷൻ സ്കീമിലൂടെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഓക്കെ, അപ്പൊ നിങ്ങളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള അവസരം തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ACC പറ്റി ഒരു ഡൗട്ടോ അല്ലെങ്കിൽ ബിവോക്കിനെ പറ്റി ഡൗട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. നമ്മുടെ എക്സ്പേർട്സ് എല്ലാവരും അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ഡൗട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട A to Z എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുക. നബീൽ, over to you. Okay. Thank you. Okay, thank you sir. Thank you for your wonderful insight. So അപ്പം നമ്മുടെ പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഇൻ ബിറ്റ്വീൻ ദാറ്റ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. സാറ് നമ്മുടെ ഷഹന സാർ ആയിരുന്നാലും ഋഷി സാർ ആയിരുന്നാലും മാക്സിമം ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങളും അതിനനുസരിച്ചുള്ള നോളജ് ഒക്കെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. സോ മാക്സിമം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. എന്നിട്ട് മാക്സിമം നിങ്ങളുടെ അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കാൻ നോക്കുക. നമ്മുടെ അഡ്മിഷൻസ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ലൈക്ക് ACC എന്താണ്, ACC ബിവോക്ക് എന്താണെന്നുള്ള കാര്യം, അതിന്റെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ലൈക്ക് ACC എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ കോഴ്സാണ്. അത് ഒരു UK ബേസ്ഡ് കോഴ്സാണ്, ഒരു അക്കൗണ്ടിങ് കോഴ്സാണ്. അപ്പം നമുക്ക് ഇതുമായിട്ട് പഠിക്കും 180+ കൺട്രീസിൽ ഇത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇപ്പൊ റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ജോബ് ഓപ്പർച്യൂണിറ്റി കൂടിയ ഒരു കോഴ്സാണ്. ലൈക്ക് ഇപ്പൊ നമുക്ക് എവിടെ ചെന്നാലും ഈ 180+ കൺട്രി എവിടെ ചെന്നാലും നമുക്ക് ജോലി സാധ്യത കൂടിയ ഒരു കോഴ്സും കൂടിയാണ് ഇതെന്ന് പറയുന്നത് ACC എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ACC വിത്ത് ബിവോക്ക് ആണ്. ബിവോക്ക് എന്ന് പറഞ്ഞിരിക്കും സാധാ ഡിഗ്രി, നമ്മുടെ ട്രഡീഷണൽ ഡിഗ്രി ഒക്കെ പോലെ തന്നെ ഈ BCom, BBA, BCA ഒക്കെ പോലെയുള്ള ഒരു കോഴ്സ് തന്നെയാണ് ബിവോക്ക് എന്ന് പറയുന്നത്. ഇതിലേക്ക് ഒരു 3 വർഷം പഠിക്കേണ്ട ഒരു കോഴ്സാണ്. അപ്പം ഈ ഒരു ഡിഗ്രി പ്രോഗ്രാം നമ്മളൊരു ACC-യുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ 3 വർഷം കൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ടും, അത് ഡുവൽ ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ലൈക്ക് ഇപ്പം ഇത് രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ACC-യിൽ വരുന്ന 13 പേപ്പർ, 9 പേപ്പർ എക്സ്റ്റൻഷൻ, 9 പേപ്പർ പഠിക്കണം. ബാക്കി 4 പേപ്പർ നമ്മൾ ഈ ഒരു സെക്കൻഡ് സെം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എഴുതാനുള്ള അതിന്റെ ട്രെയിനിങ് ഒക്കെ നമ്മുടെ ഫാക്കൽറ്റി തന്നെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ബിവോക്ക് എന്നുള്ള ഡിഗ്രി എന്ന് പറയുന്നത് ലൈക്ക് ഒരു 60% പ്രാക്ടിക്കലും 40% തിയറിയും ആയിരിക്കും. ലൈക്ക് ഈ 60% പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ അത് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ MNCസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളിലോ നമ്മൾ തന്നെ കുട്ടികളെ ട്രെയിനിങ്ങിനൊക്കെ വിട്ടിട്ട് അതിന്റെ അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എപ്പോൾ നമുക്ക് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ നാളെ നമ്മളൊരു കമ്പനിയിൽ നമ്മളൊരു ഇന്റർവ്യൂവിന് പോയി ചെന്നിരിക്കുമ്പോഴത്തേക്ക് അവർ നോക്കുന്നത് ഇതുപോലത്തുള്ള സ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുട്ടികളായിരിക്കും. അത് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അവർ നോക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്നതും ആ ഒരു ട്രെയിനിങ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. വൺസ് നാളെ ഇപ്പൊ അവരൊരു ജോലിക്ക് കയറുവാണെങ്കിൽ പോലും അവർ ബ്ലാങ്ക് ആവത്തില്ല. ലൈക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാതെ അവർ ബ്ലാങ്ക് ആവുന്നില്ല. ലൈക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ട്രെയിനിങ്ങും അതുപോലെ ജോലി എങ്ങനെ ചെയ്യണം ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പോഷർ ആണ് ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കുട്ടികൾക്ക്. സോ അപ്പം ഞാൻ ലാസ്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ലിമിറ്റഡ് ഫീസ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ അത്യാവശ്യം ഈ ഒരു ACC ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇത് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഷഹന സാർ.
Nabil. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടു. Sir, ഒന്ന് കണ്ടായിരുന്നു സർ. ഒന്ന് Abdul Jabbar, he's asking about difference between ACC and CMA, right? CMA. Okay. ലൈക്ക് ഈ ACCയും CMAയും പറയുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CMA 2 ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. അതായത് CMA ഇന്ത്യ ആൻഡ് CMA US. പിന്നെ ACC ഒരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ. ഇപ്പൊ ACC എന്ന് പറയുന്ന ACC നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. കാരണം ACC എന്ന് പറയുന്നത് അതൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ആണ്. CMAയും അതേപോലെ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷേ ACC എന്ന് പറയുന്നത് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ക്വാളിഫിക്കേഷൻ ആണ്. CMA എന്ന് പറയുന്നത് ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് ക്വാളിഫിക്കേഷൻ ആണ്. അതായത് ഈ CMAക്കാർക്ക് ഈ ഓഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ CMA എന്ന് പറയുന്ന മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. പക്ഷെ ACC എന്ന് പറയുമ്പോൾ നമുക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാം, നമുക്ക് അതേപോലെ തന്നെ ഓഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം, ദെൻ അതേപോലെ തന്നെ നമുക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ACCക്ക് പോസിബിൾ ആണെങ്കിൽ CMA എന്ന് പറയുന്നത് അതൊരു മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ക്വാളിഫിക്കേഷൻ. അപ്പൊ നമുക്കൊരു കമ്പനിയുടെ ഒരു മാനേജീരിയൽ ലെവലിലുള്ള ഒരു അക്കൗണ്ടിംഗ് പ്രോസസ് ആയിരിക്കും CMAയിലോട്ട് വരുന്നത്. ഓക്കെ, അതൊരു ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷൻ CMA US എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ CMA US എന്ന് പറയുമ്പോൾ ഈ 2 പേപ്പർ മാത്രം നമുക്ക് വരുന്നുള്ളൂ. ലൈക്ക് അത് 2 പാർട്ടാണ്, 2 പേപ്പർ ആണെന്നല്ല പറയുന്നത്, 2 പാർട്ടാണ് വരുന്നത്. പക്ഷെ അതിന് എക്സാം പാസ്സാവാനുള്ള മാർക്ക് വളരെ കൂടുതൽ, അതായത് 500ൽ 360 എങ്കിലും നമ്മൾ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് അത് പാസ്സാകാൻ പറ്റത്തുള്ളൂ. CMA USA പോലുള്ള ക്വാളിഫിക്കേഷൻ. CMA ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ ICMI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഇന്ത്യയിൽ ICMI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പൊ ഇതും മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോഴ്സാണ്. അപ്പൊ ഈ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരേ ഒരു ലെവലിൽ മാത്രമേ നമുക്ക് നമ്മുടെ കരിയർ ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. മറ്റേതാണെങ്കിൽ നമുക്ക് കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഡിഫറൻസ്. ACCയുടെ പാസ് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ACC പാസ്സാവാൻ നിങ്ങൾക്ക് 100ൽ 50 മാർക്സ് മതി, 50 മാർക്ക് മതി. ഓക്കെ, കാരണം 50 മാർക്ക് നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാനായിട്ട് ഒരു നെഗറ്റീവ് മാർക്കിംഗും ഇല്ല. ഇതിൽ തന്നെ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് വരെ ഉണ്ട്. ചില പേപ്പേഴ്സിൽ കംപ്ലീറ്റ്ലി MCQ ക്വസ്റ്റ്യൻ ആണ്, ചിലതിൽ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ലൈക്ക് നിങ്ങളെല്ലാം സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്, എല്ലാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ACCക്ക് നടക്കുന്നത്. 100ൽ 50 ആണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. എല്ലാ പേപ്പേഴ്സിനും ആ പാസ് മാർക്ക് സെയിം തന്നെയാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, ഇനിയും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ എന്തായാലും ഡൗട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു സാർ. ഓക്കെ, സോ നമുക്കിത് നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. സോ ഇപ്പൊ നിങ്ങൾ ഇനിയും എന്തെങ്കിലും എൻക്വയറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. സർ, വൺ മോർ ക്വസ്റ്റ്യൻ, ലൈക്ക് ഇൻ സിലബസ് ടാലി ഇൻക്ലൂഡ്? ഓക്കെ, ഈ ടാലി എന്ന് പറയുന്ന ഒരു ലൈക്ക് അതൊരു പ്രൊഫഷണൽ അക്കൗണ്ടിങ് ലൈക്ക് സോഫ്റ്റ്വെയർ റിലേറ്റഡ് പ്രോഗ്രാം ആണ് ടാലി. അപ്പൊ നമ്മുടെ സിലബസിൽ ടാലി ഇല്ല, പക്ഷെ ടാലിക്ക് പകരം ചില പ്രോഗ്രാമിംഗ് വേറെ അവർക്ക് പഠിക്കാനുണ്ട്. അതായത് അവിടെ 4th and 6th സെമസ്റ്ററുകളിൽ അവർക്ക് ആർ പ്രോഗ്രാമിംഗ്, ദെൻ അതേപോലെ തന്നെ ജാവ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുടെ കുറച്ചൊരു ബേസിക് പഠിക്കാനുണ്ട്. ടാലി ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ നമ്മളിവിടെ അഡീഷണലി ഒരു സ്കിൽ സെക്ഷനിൽ ഈ ടാലി പോലുള്ള പ്രോഗ്രാമിന്റെ ഒക്കെ ട്രെയിനിങ് കൊടുക്കുന്നു. സിലബസിലില്ല, എക്സ്ട്രാ നമ്മുടെ സെന്ററിന്റെ ഒരു ബേസിസിൽ നമ്മൾ ടാലി പോലുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ ഇതേപോലത്തെ ബാക്കിയുള്ള പ്രൊഫഷൻ, ഇപ്പൊ എക്സൽ പ്രാക്ടീസ് നമ്മുടെ കഴിഞ്ഞ ലൈക്ക് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള ഒരു ബാച്ചിന് നമ്മളിപ്പോ കഴിഞ്ഞ മന്ത് ഒരു എക്സൽ ട്രെയിനിങ്ങിന്റെ പ്രാക്ടീസ് കൊടുത്തു. അതേപോലെ നിങ്ങൾക്കുള്ള അക്കൗണ്ടിംഗ് പാക്കേജസിന്റെ പ്രാക്ടീസ് ഒക്കെ നമ്മുടെ എക്സ്ട്രാ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസിൽ എന്തായാലും ടാലി ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, സോ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചാറ്റ് ബോക്സ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം, നമ്മളെല്ലാം ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കുറെ പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു ഡൗട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൻക്വയറീസ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിക്കാം. ഇതുപോലെ അഡ്മിഷൻ പർപ്പസ് ആയിരുന്നാലും നിങ്ങൾക്ക് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് ഇനിയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്തല്ലോ സർ. ഓക്കെ, വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ACC എന്താണ്, ബിവോക്ക് എന്താണെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മാക്സിമം മനസ്സിലായിട്ടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിലും ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാറ്റ് ബോക്സിലെ നമ്പേഴ്സിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ലൈക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ പർപ്പസും അഡ്മിഷൻ കാര്യങ്ങളും എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്തിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോളേജ് വിസിറ്റ് ചെയ്യാം. അപ്പം കോളേജ് എങ്ങനെയാണ്, നമുക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് തന്നെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ സൺഡേസിന് വർക്കിംഗ് ആണ്.
സോ അപ്പോൾ മാക്സിമം നിങ്ങൾ നോക്കുക. ഓക്കെ, മാക്സിമം നിങ്ങൾ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മൾ ജൂലൈ മിഡ് ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മാക്സിമം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട്. ലൈക്ക് ഇപ്പം ഈ വേറെ കൊമേഴ്സ് അല്ലാതെ വേറെ ഏതെങ്കിലും വേറെ സ്ട്രീമിലുള്ള കുട്ടികൾ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ നേരത്തെ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതായിരിക്കും. സോ ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ.